നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ ഖത്തറാണ്. ലാസ്റ്റ് ഡേ എന്ന് വെച്ചാൽ ഇന്ന് തേഴ്സ്ഡേ ഫെബ് 5th ആണ്. ആൻഡ് ഇന്നൊരു ദിവസം കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. നാളത്തെ ഉച്ചക്കത്തെ ഫ്ലൈറ്റിൽ വിൽ ഗോ ബാക്ക് ടു ഒമാൻ. അപ്പോൾ ഇന്ന് നമുക്ക് വലിയ ഇതൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കവർ ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ പോവുക, ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട്, ഒരു സാധനം എടുക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് വന്നതാണ്. ആൻഡ് ചേച്ചിക്ക് ഇവിടെ നല്ലതായിട്ട് തുണിയൊക്കെ ഉണക്കാനായിട്ടൊക്കെ ഉള്ള നല്ല സ്ഥലമുണ്ട്. ആൻഡ് ചേച്ചിക്ക് നല്ല കുറേ ഫ്ലവേഴ്സും പിന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ട്, ചീര, സ്പ്രിംഗ് ഓണിയൻ, തക്കാളി, മുളകൊക്കെ. പക്ഷേ ഞാനൊന്നും കാണിക്കുന്നില്ല, അവരൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളിനി അതൊക്കെ എടുത്ത് പാക്കിങ് കുറച്ചുണ്ട്. അപ്പോൾ ഞങ്ങൾ പാക്കിംഗ് ഒക്കെ ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈകിട്ട് പുറത്തേക്ക് പോകാം. ഓക്കെ, ഉച്ചയ്ക്ക് സ്നേഹിച്ചേച്ചി നമുക്ക് നല്ല യമ്മി ആയിട്ടുള്ളൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്ത് തന്നായിരുന്നു. ചോറ്, മീൻകറി, നെയ്ക്കാളൻ, ക്യാബേജ് തോരൻ, പപ്പടം, അച്ചാർ, ഇതൊക്കെയായിരുന്നു നമ്മുടെ ഡിഷസ്. എല്ലാം കൂട്ടി വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. വൈകിട്ട് ഹരിച്ചേട്ടൻ വന്ന ശേഷം പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ നേരെ പോയത് അൽക്കോർ മോളിലേക്കാണ്. ഈ മോൾ ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ചേട്ടനും ചേച്ചിയും വസുവിനും കുറച്ച് മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കാനുള്ളത് കാരണം അവരെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് അവരതിന് പോയിക്കുമായിരുന്നു. ആ സമയം കൊണ്ട് ഞാനും അനീഷും മോളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് വേണ്ടതും വേണ്ടാത്ത സാധനങ്ങളും നോക്കിക്കൊണ്ട് ഓരോ കടകൾ കയറി ഇറങ്ങായിരുന്നു. എനിക്കാണെങ്കിൽ ഈ ഒരു ഷോപ്പിംഗ് ഫോബിയ ഉള്ളത് കാരണം എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലെങ്കിലും ആ സാധനങ്ങൾ എടുക്കാനായിട്ടൊരു ത്വര വരും. പിന്നെ അനീഷ് എന്നെ കുറച്ച് നിയന്ത്രിച്ചത് കാരണം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവർ വന്ന ശേഷം നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് ഗായ്സ്. ആൻഡ് ഇതൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ഖത്തറാണ്. ഇത് എൻ്റെ ഒറ്റൊരാളുടെ നിർബന്ധത്തിന് നമ്മൾ പോകുന്നതാണ് ഇവിടെ. സോ ലെറ്റ്സ് സീ വേ വി ആർ ഹെഡിങ് ടു. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ലുസൈൽ സിറ്റി കൂടിയാണ്. ആൻഡ് നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ പോകുന്ന സ്ഥലം ഏതാണെന്നുള്ളത്. ആ ബാസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം കണ്ടോ ഗായ്സ്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് ദ ഫേമസ് ലുസൈൽ സ്റ്റേഡിയം. ഫുട്ബോൾ പ്രേമികൾക്ക് ഈ സ്റ്റേഡിയം ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റേഡിയത്തിലാണ് 2022 ഫിഫ വേൾഡ് കപ്പ് ദ ഫൈനൽ മാച്ച് ഹോസ്റ്റ് ചെയ്തത് ബിറ്റ്വീൻ അർജന്റീന ആൻഡ് ഫ്രാൻസ്. നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ലയണൽ മെസ്സി കപ്പടിച്ച സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഖത്തറിലെ ലുസൈൽ സിറ്റിയിലാണ്. ഈ ഒരു സ്റ്റേഡിയം നല്ല അമേസിങ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് നമ്മുടെ കണ്ണുകൾക്ക്. പ്രത്യേകിച്ച് രാത്രിത്തെ വ്യൂ ആണ് കാണാനായിട്ട് കൂടുതൽ ബ്യൂട്ടിഫുള്ള്. അത് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ശരിക്കും ഒരു ബാസ്ക്കറ്റ് പോലെ, ഒരു കൊട്ട പോലെയാണ് നമുക്ക് തോന്നുക. ആൻഡ് അതിൽ ഗോൾഡൻ ലൈറ്റ്സും ഗോൾഡൻ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. സോ ഈ ലുസൈൽ ഏരിയ തന്നെ ആക്ച്വലി ഫുൾ ബിൽഡിങ്സും ലൈറ്റ്സും ഒക്കെ ആയിട്ട് ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ നിങ്ങൾ ആരെങ്കിലും ഖത്തറിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഈ സ്റ്റേഡിയം വന്ന് കണ്ടിരിക്കണം. ആൻഡ് 2022 ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഖത്തർ നിർമ്മിച്ച 8 സ്റ്റേഡിയങ്ങളിൽ ഒന്നാണ് ഇത്. അങ്ങനെ സ്റ്റേഡിയം ഒക്കെ കണ്ട് അവിടുന്ന് ഫോട്ടോസും റീൽസൊക്കെ എടുത്ത് ലുസൈൽ ഭാഗമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. ഗായ്സ്, അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും ഔട്ടിങ്ങും ഒക്കെ കഴിഞ്ഞു. നമ്മൾ വീടെത്തി. ഇനി നമ്മൾ എല്ലാം പാക്ക് ചെയ്യാൻ പോവാണ്. സ്നേഹിച്ചേച്ചി നമുക്കുള്ള ഫൈനൽ വാർണിംഗ് തന്നിട്ട് പോയിരിക്കുകയാണ്, വേഗം പാക്കിംഗ് ഫിനിഷ് ചെയ്ത് ഡിന്നർ കഴിക്കാൻ വരാൻ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് 7th ഫെബാണ്. ഇന്ന് നമ്മൾ പോവാണ് ഖത്തറിൽ നിന്ന് തിരിച്ച് ഒമാനിലേക്ക്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇപ്പോൾ 8 മണിയായി. രാവിലെ ഫ്രഷൊക്കെ ആയി, എല്ലാം കഴിഞ്ഞു. പാക്കിംഗ് ഒക്കെ നമ്മൾ ഇന്നലെ തീർത്ത് വെച്ചു. സോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ഇറങ്ങണം. ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ട് ഒരു 50 മിനിറ്റ്സ് ട്രാവൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ 1 വീക്ക് എക്സ്പ്ലോറിങ് ഖത്തറൊക്കെ കഴിഞ്ഞു പോവാണ്. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഗുഡ് ബൈസ് ആർ വെരി ഹാർഡ്, ബട്ട് ഇറ്റ്സ് ഓക്കെ. നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ആൻഡ് നമുക്ക് വീണ്ടും വരാമല്ലോ. അങ്ങനെ സോ
നമ്മൾ എയർപോർട്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള പ്രിപ്പറേഷൻസാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ടോസ്റ്റും ബ്രെഡ് ഓംലേറ്റാണ് നമ്മൾ കഴിച്ചത്. വസുബേബിയാണ് എഗ്ഗ് ബീറ്റ് ചെയ്യുന്നത്. വാനില എസൻസ്. ഓക്കേ, മിക്സ് ചെയ്യൂ, നന്നായിട്ട് മിക്സ് ചെയ്യൂ. അങ്ങനെ പാക്കിങ്ങും ലാസ്റ്റ് മിനിറ്റ് വെയിറ്റ് ചെക്കിങ്ങും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവർ താമസിക്കുന്ന അവിടെ നിന്ന് ഒരു 15 മിനിറ്റ്സ് ഉണ്ട് എയർപോർട്ടിലേക്ക്. നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒരുപാട് സമയം ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ലോഞ്ചിൽ കയറിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഫുഡൊന്നും കഴിക്കാനായിട്ടുള്ളൊരു മൂഡും വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് സമയം ബാക്കിയുള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതായിരുന്നു. നമുക്ക് ലോഞ്ച് ആക്സസ് ഉള്ളതുകൊണ്ട്. ഞാൻ അവിടെ നിന്ന് ഒരു ബ്ലൂബെറി ചീസ് കേക്കും പിന്നെ ഒരു ചോക്ലേറ്റ് പുഡിങ്ങാണ് കഴിച്ചത്. അനീഷ് എന്തോ ചിക്കൻ്റെ ഒരു ഐറ്റവും പിന്നെ നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എയർപോർട്ടിൽ ഒരു ഗാർഡൻ ഏരിയയും കൂടെ ഉണ്ടായിരുന്നു, ദ ഓർക്കിഡ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ വീഡിയോസ് മാത്രമായിട്ട് ഒരു ഷോർട്സിലിടാം ഗൈസ്. സോ അതെല്ലാം കണ്ടു കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ ലോഞ്ചിൽ നിന്ന് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ഗേറ്റിലേക്ക് പോയി. അപ്പോഴേക്കും കറക്റ്റ് ടൈമായിരുന്നു. നമ്മളെ കോൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി. ഒരാഴ്ച പോയതേ അറിഞ്ഞില്ലായിരുന്നു. ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി. ഒരുപാട് നല്ല ക്വാളിറ്റി ടൈം ചേട്ടനും ചേച്ചിയും വസുബേബിയുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റി. പോരുന്ന സമയം കഴിഞ്ഞപ്പോഴേക്കും വസുബേബി ഭയങ്കര കരച്ചിലായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം തുടുതാ വീഴായിരുന്നു. എയർപോർട്ടിൽ എല്ലാവരൊക്കെ എന്നെ ഇങ്ങനെ നോക്കായിരുന്നു. പിന്നെ അനീഷ് കുറച്ചും കൂടി എല്ലാം ഇങ്ങനെ ഉള്ളിൽ പിടിച്ചു നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഇറ്റ് വാസ് ഓക്കെ. ബട്ട് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര അപ്സെറ്റായിട്ടാണ് പോകുന്നത് വസുബേബിനെ വിട്ട് പോകുന്നപ്പോൾ. പക്ഷേ ഒരുപാട് നല്ല ഓർമ്മകളും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പും ആയിട്ടാണ് ഞങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നത്. ഈ പറഞ്ഞ പോലെ ഇനി വീണ്ടും ഖത്തറിലേക്ക് വരാമെന്നുള്ള ശുഭപ്രതീക്ഷയോടെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫായി ഒമാനിലേക്ക്. ഫ്ലൈറ്റിലും അവർ നമുക്കൊരു സാൻഡ്വിച്ചും ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വിഷമമുണ്ടെങ്കിലും ഞാനിതെല്ലാം കഴിച്ചായിരുന്നു. കാര്യം നമുക്ക് ഫുഡ് മുഖ്യം ബിഗിലെ. വലിയ മലകൾ കണ്ടോ, അതിൻ്റെ അർത്ഥം നമ്മൾ ഒമാൻ ലാൻഡ് ചെയ്യാറായെന്നാണ്. അങ്ങനെ ഞാനും അനീഷും സുഖമായിട്ട് ഒമാൻ എത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ട്രിപ്ലൈനെ ഇൻസ്റ്റയിലും കൂടി ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ബൈ.